മഞ്ജു വാര്യർ ചാലക്കുടിയിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മോഹൻലാലിനെ മത്സരിപ്പിക്കണം തിരുവനന്തപുരത്ത് എന്ന് ഒരുപാട് കാലമായി സംഘപരിവാർ BJP അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് ആവശ്യം വരാറുണ്ട്. എന്താണ് മലയാളിക്ക് ഈ സിനിമാക്കാരോട് ഇത്ര കമ്പം? അത് കൊള്ളാവുന്ന രാഷ്ട്രീയക്കാരില്ലാഞ്ഞിട്ട്. രാഷ്ട്രീയക്കാരുടെ നിലവാരം താഴെ പോയി. സുനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ തലയെടുപ്പുള്ള രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ? ആരുമില്ല. ഉണ്ടാവേണ്ടിയിരുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയന് ഈ തലപ്പൊക്കമൊക്കെ അദ്ദേഹം അങ്ങ് തലപ്പൊക്കി പിടിക്കുന്നതല്ലാതെ ജനങ്ങൾ കൊടുക്കുന്നൊരു തലപ്പൊക്കമുണ്ടല്ലോ. ഇപ്പോൾ പരമദുഷ്ടനും വലിയ കാമ്പില്ലാത്തവനും ഒക്കെയാണ് VS അച്യുതാനന്ദൻ. പക്ഷേ അയാളൊരു ജനനേതാവായിരുന്നു. പരമദുഷ്ടനാണോ? പാർട്ടിക്ക് പിന്നല്ലാതെ അയാൾ ചെയ്തുകൂടാ ദുഷ്ടത്തരം വല്ലതുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. അയാളുടെ സമയത്താണ് ഈ സാംസ്കാരിക വിപ്ലവം നടക്കുന്നത്. ഇത് താടിയും തലമുടിയുള്ള അവനൊക്കെ കാവി എടുത്തവനെ മുഴുവൻ സന്യാസിയാണെന്ന് പറയുന്നത് മുട്ടയടിക്കുക, അവരുടെ കുടുമി മുറിക്കുക, ഏതോ ആശ്രമം കത്തിക്കുകയൊക്കെ ചെയ്തു. എന്തൊക്കെയോ അയാളെന്തൊക്കെയോ. ഈ സംഭവം എന്താണെന്ന് കഴിഞ്ഞാൽ ഒരു സന്യാസി സ്ത്രീ പീഡന കേസിൽ പെട്ടു. അയാൾക്ക് പുത്തൻവേലിക്കരയിൽ എന്തോ ഭൂമിയുണ്ടെന്നോ പറഞ്ഞിട്ട്. ശരി, ഒരാൾ സ്ത്രീ പീഡനത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. നാട്ടിലെ സന്യാസിമാരെ മുഴുവൻ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞു ഇവിടുത്തെ മര്യാദ. മാവോയുടെ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് DYFI ഇറങ്ങിയത്. ഈ പോകൃത്തരത്തിന് മുഴുവൻ അച്യുതാനന്ദൻ കൂട്ടു നിൽക്കുകയായിരുന്നു. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. സന്തോഷ് മാധവൻ, ഓർക്കണല്ലേ? സന്തോഷ് മാധവൻ ഇവിടെ കൽത്തുറുങ്കിൽ. ഇതൊക്കെ ആവർത്തിച്ച് പറയും കൽത്തുറുങ്കിൽ. അതേസമയം ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്കാർ ഏർപ്പെട്ട കേസാണ് കവിയൂർ കിളിരൂരൊക്കെ. അതിൻ്റെ ഡയലോഗായിരുന്നു, ഈ സ്ത്രീ പീഡകരെയെല്ലാം കയ്യാമം വെച്ച് പരസ്യമായിട്ട് നടത്തി കൽത്തുറുങ്കിലടയ്ക്കും. ഇതും പറഞ്ഞ വല്ലവരും കൈമാം വെച്ചോ? വെച്ചില്ല. അങ്ങനെ വേണ്ടപ്പെട്ട ആൾക്കാരെ അങ്ങനെ സംരക്ഷിച്ചു, അഥവാ സംരക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പരമദുഷ്ടൻ. പാർട്ടിയിൽ ജയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യം കൂടിയായിരുന്നു VS ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ VSന് പ്രായമായി, അതുകൊണ്ട് മോശമൊന്നും പറയരുതെന്ന് പറയും. പക്ഷെ ചെയ്ത കാര്യം ചെയ്ത് തന്നെയാണല്ലോ. കേന്ദ്ര കമ്മിറ്റിക്ക് കത്തയക്കും, 33 കോപ്പി എടുക്കും. ആ 30 കോപ്പി മലയാളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കാനുള്ളതാണ്. ഒരെണ്ണം പുള്ളിയുടെ ഫയലിൽ, 2 എണ്ണം എക്സ്ട്രാ ഇരിക്കട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ട്. ഇത് കേന്ദ്ര കമ്മിറ്റിക്കും അയക്കില്ല, പ്രകാശ് കാരാട്ടിനും അയക്കില്ല, രാമേന്ദ്രൻ പിള്ളയ്ക്ക് അയക്കില്ല, യെച്ചൂരിക്കും അയക്കില്ല. പക്ഷേ ഈ സാധനം പത്രാഫീസിൽ ചെല്ലും. ഉച്ചയ്ക്കൊരു 3 മണിയാകുമ്പോൾ തന്നെ VS കത്തയച്ചു എന്ന് പറഞ്ഞാൽ സകല ചാനലിലും ഫ്ലാഷ് വരും, ബഹളം നടക്കും. ഡൽഹിയിൽ ഇവരുടെ എല്ലാം ബ്യൂറോ ഉണ്ട്. അവരോടിപ്പോയി രാമേന്ദ്രൻ പിള്ളയോട് ചോദിക്കും. ആ സാധു പറയും, ഇല്ല എനിക്കൊന്നും അറിയില്ല, ഐ ഡോണ്ട് നോ എന്ന് പ്രകാശ് കാരാട്ട്, ഐ ഡോണ്ട് നോ എന്ന്. അതടുത്ത വാർത്തയാവും. അവർ കൈയൊഴിഞ്ഞു, അവർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. മാർക്സിസ്റ്റ് പാർട്ടി പരിഭ്രമത്തിൽ. പിണറായി വിജയൻ നോക്കുമ്പോൾ ഈ കാർന്നൊരു കത്ത് അയച്ചിട്ടുണ്ടോ ഇല്ല, ഒന്നും അറിയാൻ മേല. ഇതായിരുന്നു VSൻ്റെ ടെക്നിക്ക്. VS അയച്ചു എന്ന് പറയുന്ന 90% കത്തുകളും VS അയക്കാത്തതാണ്. അയച്ചത് ഈ മാധ്യമങ്ങൾക്കാണ്. മാധ്യമങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഒരാൾ പോയാൽ മതി VSൻ്റെ ഓഫീസിൽ, ഈ 30 കോപ്പിയും കൊടുക്കും. മാധ്യമങ്ങളൊന്നും ബുദ്ധിമുട്ടണ്ട, ഹൈലൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട്. ഈ ഗാങ്ങിലുണ്ടായിരുന്ന കക്ഷിയാണ് നമ്മളുടെ KM ഷാജഹാൻ. ഈ VSനെ പുറത്തായി കഴിയുമ്പോൾ KM ഷാജഹാൻ അതിന് മുമ്പേ പുറത്തായി, ഉമേഷ് ബാബു പയ്യന്നൂർ പുറത്തായി, ഡോക്ടർ ആസാദ് പുറത്തായി, MN വിജയൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ പുറത്താക്കി. അതിൻ്റെ ദേഷ്യമാണ് KM ഷാജഹാൻ ഈ തീർക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ പല്ലിറുമെന്ന്. പിണറായി വിജയനെ ആക്രമിച്ചതിന് തീഷ്ണത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എൻ്റെ നേർക്ക് തട്ടിക്കേറി ഒരു TV ചർച്ചയിൽ. ഞാൻ പറഞ്ഞു, ഷാജഹാൻ, നിങ്ങൾക്ക് ഒരു പാത്തോളജിക്കൽ ഹെയ്റ്റ് ഉണ്ട് പിണറായി വിജയൻ്റെ നേർക്ക്, എനിക്കതില്ല. മജ്ജയിൽ പിടിച്ചൊരു വെറുപ്പാണ് പാത്തോളജിക്കൽ ഹെയ്റ്റ് എന്ന് പറയും. അത് കണ്ടിരുന്നു ജനൻ TVയിൽ TGയും ഷാജഹാനും തമ്മിൽ കോർത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര വലിയ ദേഷ്യം ആ മനുഷ്യനോടില്ല, അതുകൊണ്ട് ഞാൻ മെരിറ്റ് നോക്കും. നിങ്ങൾക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ വയ്യ, അതുകൊണ്ട് കണ്ണും പൂട്ടി നിങ്ങൾ ചീത്ത പറയും. ആ ചീത്ത ഞാനും കൂടെ പറയണമെന്ന് പ്രതീക്ഷിക്കരുത്.
അത് പറയാത്തതിന് എൻ്റെ നേർക്ക് തട്ടി കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കോർത്തൊന്നുമില്ല, ഞാനങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു ആ മനുഷ്യൻ്റെ. ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്തവനും ചെയ്യിച്ചനുമാണ് VS. അതുകൊണ്ടാണ് ഞാൻ പരമദുഷ്ടൻ പറയാൻ കാര്യം. അല്ല, ആളുകൾക്ക് പെട്ടെന്നൊരു സംശയം വരും, TG ഇങ്ങനെ VS പരമദുഷ്ടൻ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടാവില്ല. അയാളോടും ഈ ദ്രോഹം ചെയ്തിട്ടുണ്ട്, VS-നോട് ചെയ്തിട്ടുണ്ട്. VS നടുവേദന സഹിക്കാൻ മേലാതെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പെടയുന്നു, എങ്ങനെയെങ്കിലും ഇരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഈ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗാണ് ഡൽഹിയിൽ. ഇപ്പോൾ ഡൽഹിക്ക് പോകാനായിട്ടാണ് VS വന്നത്. ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ നടുവേദന കൊണ്ട് അനങ്ങാൻ മേല, ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ചെയ്യടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, സഖാവേ, നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായൊരു കാര്യമാണ്. പള്ളുരുത്തി TG ചിദംബരം എന്ന് പറഞ്ഞു യോഗാചാര്യ ചിദംബരമുണ്ട്, പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ഏത് പണ്ടാറക്കാലിനെ വേണമെങ്കിലും വേണ്ടില്ല, ഒന്ന് വിളിച്ചുകൊണ്ട് പോയാൽ എൻ്റെ നാട് വന്ന് ശരിയാക്കും. വണ്ടി പോയി, ചിദംബരം വന്നു എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് തിരുമ്മിയും പിടിച്ച് യോഗയുടെ ചില കാര്യങ്ങളുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ VS-ന് ഈ വേദന സഹിക്കാമെന്നായി, മാറിയിട്ടില്ല, സഹിക്കാം, എണീറ്റിരിക്കാം. അങ്ങനെയാണ് VS കഞ്ഞി കുടിക്കുന്നത്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുമില്ല, ഈ വേദന കൊണ്ട് കഷ്ടിച്ച് എണീറ്റിരുന്ന് കഞ്ഞി കുടിക്കാമെന്നുള്ള സ്ഥിതിയായി. അപ്പോൾ അന്ന് ഞാൻ ഈ അയോധ്യ പ്രിൻറ്റേഴ്സിനാണ് ജന്മഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ജന്മഭൂമി അയോധ്യയും ഒരേ ബിൽഡിങ്ങിലാണ്. അപ്പോൾ ജന്മഭൂമിയിൽ വൈകുന്നേരം വാർത്ത തയ്യാറാക്കുന്നവർ VS പോളിറ്റ് ബ്യൂറോ യോഗം ബഹിഷ്കരിച്ചു. അപ്പോൾ ചാനലൊക്കെ വന്നു കഴിഞ്ഞു, VS ബഹിഷ്കരിച്ചു, സുഖമില്ല എന്നുള്ള പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് VS-നെ കുത്തി ഇങ്ങനെ വാർത്തയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിലും സ്വാഭാവികമായിട്ട് വാർത്ത വരും. അപ്പം ഞാൻ ജന്മഭൂമിയിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, സത്യാവസ്ഥ ഇതാണ്, ആ മനുഷ്യൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട്, TG ചിദംബരം വന്ന് ചില യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്യിച്ചിട്ട് ഇച്ചിരി ആശ്വാസമുണ്ട്, ഇപ്പോൾ ഉറങ്ങുകയാണ്. അങ്ങനെ പോളിറ്റ് ബ്യൂറോ ബഹിഷ്കരിച്ചതൊന്നുമല്ല, പോകാൻ പറ്റാഞ്ഞിട്ടാണ്, പ്രായമായൊരു മനുഷ്യനല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചേട്ടാ ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ന്യൂസിലൊന്നും ഇടപെടുന്നില്ല, ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തു, സത്യാവസ്ഥ ബോധിപ്പിച്ചെന്നേ ഉള്ളൂ. കാരണം എല്ലാവരും ഇങ്ങനെ കൊടുക്കുമ്പോൾ ജന്മഭൂമിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും, പ്രത്യേകിച്ചും ജന്മഭൂമി. VS-നെ കൈ കിട്ടിയാൽ വിടുക. ഇങ്ങനെയൊക്കെ ചെയ്തു. അന്ന് മാധ്യമങ്ങൾ VS-നോട് വലിയ അപരാധം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ചെയ്യരുതായിരുന്നു. അതിനുശേഷമാണ് VS യോഗ ചെയ്യാൻ പിന്നെ തലകുത്തി നിൽക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യും VS, പക്ഷേ VS കാലുമാറി. VS-ൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ യോഗാചാര്യ ചിദംബരത്തിൻ്റെ പരസ്യം വന്നു. VS ഞാൻ ഈ യോഗാഭ്യാസം ചെയ്യുന്നു, അതോടെ എനിക്ക് വലിയ ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞു VS-ൻ്റെ ഫോട്ടോ വെക്കുന്നു. അത് പാർട്ടിയിൽ വലിയ ബഹളമായി. വൃന്ദാക്കാരായിട്ട് അവർക്കുമുണ്ട് ചില ശാരീരിക പ്രശ്നം. അവരും ഈ TG ചിദംബരത്തിൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ചു, ഭേദമായി. അവരുടെ ഫോട്ടോ വെച്ചിട്ട് വനിതാ മാഗസിനിൽ പരസ്യം വന്നു ചിദംബരം. അപ്പോൾ അവരെന്ത് ചെയ്തു, മാനനഷ്ട കേസ് കൊടുത്തു ഇദ്ദേഹത്തിനെതിരെ. ഇവരുടെയൊക്കെ സമ്മതം വാങ്ങിച്ചിട്ടാണ് ഈ പരസ്യം കൊടുക്കുന്നത്. പക്ഷേ വൃന്ദാക്കാരായിട്ട് പാർട്ടി നടപടി ഭയന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തു. VS വിളിച്ച് പറഞ്ഞു, അത് വേണ്ട. ചിദംബരം മാന്യനാണ്, അദ്ദേഹത്തിന് ഈ ഒരുപാട് പേരുടെ അസുഖം മാറി. അപ്പോൾ VS-ൻ്റെ ഇവരുടെ വൃന്ദാക്കാരാട്ടിൻ്റെ ഒക്കെ ചിത്രം കൊടുത്ത് അവരുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സർട്ടിഫിക്കറ്റാണല്ലോ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിന്ന്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു, അവർ പരസ്യം നിർത്തുകയും ചെയ്തു. പക്ഷേ സംഭവം ഈ VS പോളിറ്റ് ബ്യൂറോ യോഗം ബഹിഷ്കരിച്ചു എന്നുള്ള വാർത്ത തെറ്റായിരുന്നു, അത് അന്യായമായിരുന്നു. പക്ഷേ VS അത് കഴിഞ്ഞ് എണീറ്റ് ആരോഗ്യവാനായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നെപ്പറ്റി കള്ളവാർത്ത കൊടുത്തു എന്നൊന്നും പറയാനുള്ള ഒരു അവസരമില്ല. അന്ന് ഈ VS-ഉം പിണറായിയും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വെട്ടിൻ്റെ ഇടയ്ക്ക് ഒരു തിരുത്തിന് സമയമില്ല. അങ്ങനെ അത് പോയി. അപ്പോൾ VS-നോടും ഇതുപോലെ ചില അന്യായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ VS ചെയ്ത അന്യായത്തിൻ്റെ അത്രയൊന്നും, ജനങ്ങളോട് ചെയ്ത അന്യായത്തിൻ്റെ അത്രയും VS-നോട് പാർട്ടി ചെയ്തിട്ടില്ല. ഇവർ പാലക്കാട് സമ്മേളനത്തിൽ ഇവരെ ഒന്നായിരുന്നില്ല. VS ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് പിണറായി വിജയൻ വെട്ടുന്നതും നിരത്തുന്നതും ഒക്കെ പിണറായി വിജയനാണ്. VS-ൻ്റെ കോടാലിയായിരുന്നു പിണറായി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഞാനും സുനിലും കൂടെ ചേർന്ന് നാട്ടുകാരെ മുഴുവൻ വെട്ടും. അവസാനം പിന്നെ നമ്മൾ തമ്മിൽ വെട്ടും. ഇത് എപ്പോഴും ഉള്ളതാണ്. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ തമ്മിൽ വെട്ടും, അതിനകത്ത് മിടുക്കനായ ഞാൻ ജയിക്കും. ഇപ്പോൾ VS തോറ്റു,
തൊപ്പി ശരീരത്തിന് വയ്യാതെ അങ്ങനെ ആയി. പിണറായി വിജയൻ സർവസമ്മതനായി. എന്നാലും അന്ന് VSന് പാർട്ടിക്ക് പുറത്ത് ഒരു ഇമേജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേയൊക്കെ ഉണ്ടാക്കിയതുമാണ്. മുല്ലപ്പൂവേ VSA, പിച്ചിപ്പൂവേ VSA എന്നൊക്കെ പറഞ്ഞു. VSനോട് കൂടി ഈ ബിയോണ്ട് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ഒരു ഫിഗർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതെ പോയി. കോൺഗ്രസ്സിലില്ല, BJPയിലില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ഉള്ള ആൾ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് അത് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. പിണറായി വിജയന് മറ്റെന്തും നിങ്ങൾക്ക് വിളിക്കാം, പക്ഷേ ജനകീയൻ എന്ന് വിളിക്കാൻ പറ്റില്ല. പാർട്ടികീയൻ എന്ന് വിളിക്കാം. പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 40,000 പേരെ വിളിച്ചു കൂട്ടി ഒരു യോഗം നടത്താം. അല്ലാതെ പിണറായി വിജയൻ സംസാരിക്കുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര പേര് വരും? 200 പേര് തികച്ചു വരില്ല. അതേസമയം VSന് എറണാകുളത്ത് പ്രൈവറ്റ് ബസ്സിൻ്റെ പുറകിലാണ് VS ഇന്ന് വൈകുന്നേരം 5:30 രാജേന്ദ്ര മൈതാനിയിൽ ഇത്ര എഴുതിയാൽ മതി. മിനിമം ഒരു 16,000 ആൾ കൂടും. പാർട്ടി ഒന്നും ചെയ്യണ്ട. ഇതുപോലെ വണ്ടിയിട്ട് ചെലവും കൊടുത്ത് ആളെ കൊണ്ടുവരാതെ ഒരു 10,000-6,000 പേരെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ കൂടുന്ന വേറെ നേതാക്കന്മാരാരുമില്ല. അപ്പം പിന്നെ ആൾ കൂടുന്ന ആരാ? സണ്ണി ലിയോൺ, അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഖാൻ, ഷാറൂഖ് ഖാൻ, ഇവർക്ക്. അവർ കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നില്ല. പിന്നെയുള്ളത് മലയാള താരങ്ങളാണ്. അതുകൊണ്ട് മലയാള താരങ്ങളിലേക്ക് മലയാളിയും രാഷ്ട്രീയക്കാരും അവരെ ഉറ്റുനോക്കുന്നു. 10 ആൾ കൂടണ്ടേ? ഒരു യോഗത്തിന് ആൾ വേണ്ടേ? എത്ര കാലം ഈ കൃത്രിമമായ ആൾക്കൂട്ടത്തെ മുമ്പിലിരുത്തും? അതുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകും? MV ഗോവിന്ദൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് ആൾ എണീറ്റ് പോകുന്നു. ഒരാൾ എണീറ്റ് പോകുന്നു. MV ഗോവിന്ദൻ നിഷ്കളങ്കനുമാണ്. ചിലപ്പോഴൊക്കെ ഒരാൾ പോകുന്നു. അയാൾ ആ സ്ത്രീയാണ്. അവർ പോയിട്ട് സൈഡിൽ നിന്നു. അപ്പോൾ ഇങ്ങനെ അവരോട് ചോദിക്കുന്നു, കൂട്ടുകാരി കൂടെ വരാനുണ്ടല്ലേ? എന്നെ പേടിച്ച് പോകാനൊന്നും വേണ്ട, പോകാനുള്ളൊരു പൊക്കോ, എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തരുത്. സംഭവം ഇതാണെന്നേ. ഏത് ഗോവിന്ദനാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വേണ്ടി പോകാൻ തൊഴിലുറപ്പുകാരാണ്. അവരുടെ ഉപജീവനം മുട്ടിച്ച് കളയും ഇവർ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ആളെ കൂട്ടുന്നത്. ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമാണ് ആൾക്കാരെ കൂട്ടുന്നത്. ഇതൊക്കെ എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മോഹൻലാൽ പോകുമെന്ന് കേരളത്തിലെ ഒരു സംഘപരിവാർ അനുകൂല, BJP അനുകൂല ആളുകളെല്ലാം വിശ്വസിച്ചു. വലിയ നിരാശയുണ്ടായി പോകാഞ്ഞിട്ട്. എന്നിട്ട് മോഹൻലാൽ വരും, ഇവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുമെന്നൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ധരിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം? അയ്യോ, ഈ ധരിക്കുന്നവരൊക്കെ സോഷ്യൽ മീഡിയയിലല്ലേ. മിക്കവാറും മുഖമില്ലാത്തവരുമായിരിക്കും. മോഹൻദാസ് എന്നുള്ള പേരിൽ വരാൻ മടിയുണ്ടായിട്ട് നാരായണൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈൽ തുടങ്ങിയിട്ട് അതിൽ നിന്നാണ് ഈ മോഹൻലാൽ വരണം, മമ്മൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് മോഹൻലാൽ ഈ ഒരു വിവാദ നായകനാകാൻ ഒരിക്കലും മോഹൻലാൽ ശ്രമിച്ചിട്ടില്ല. അത് ഒഴിവാക്കി ചില പേരുദോഷങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ഒരു പ്രോ റൈറ്റ് വിങ് ആണ് എന്നുള്ള ആക്ഷേപം പലപ്പോഴും വരുന്നുണ്ട്. മൊത്തത്തിൽ പുള്ളിയുടെ സിനിമകളൊക്കെ നോക്കുമ്പോൾ നരസിംഹം ഒരു പ്രോ റൈറ്റ് വിങ് ആണെന്ന് കേൾക്കുമ്പോൾ എഴുതി തിരക്കഥയല്ലേ? ആയിക്കോട്ടെ, പക്ഷേ നരസിംഹം എന്നുള്ള വാക്ക് മോഹൻലാൽ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മുടിയൊക്കെ ഇങ്ങനെ ഒരു ലോക്കറ്റ് ഇത് ഇവിടെ ഏലസ് ഒക്കെ കാണുമ്പോൾ മൊത്തം ഒരു ഹിന്ദു അന്തരീക്ഷം. ഇതാണ് റൈറ്റ് വിങ്. അതുകൊണ്ട് ഇങ്ങനെ റൈറ്റ് വിങ് ഇങ്ങനെ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണോ ഈ മോഹൻലാലിൻ്റെ ഈ ഇമേജ്? അല്ല, ഇമേജ് അവർ ധരിച്ചു വെച്ചാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് വെറുതെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. വരില്ല, മോഹൻലാൽ വരില്ല. നോ, മഞ്ജു വാര്യർ വന്നാലും മോഹൻലാൽ വരില്ല. മഞ്ജു വാര്യർ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വേഗമുള്ള LDF സ്ഥാനാർത്ഥിയായിട്ട് അവർ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇന്നസെൻ്റ് വന്നു എന്ന് വെച്ചാൽ ഇന്നസെൻ്റ് വാസ് അറ്റ് ദ ഫാഗ് എൻഡ് ഓഫ് ഹിസ് കരിയർ. സിനിമയൊക്കെ കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇറങ്ങിക്കളയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നസെൻ്റ് വരുന്നത്. കാരണം ഇന്നസെൻ്റിനെ സമയത്തോളം ജയിച്ചാലും തോറ്റാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ എല്ലാവരും കൂടെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു. അത് ശരി, കൊള്ളാം. രാജ്യസഭയിൽ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ലോക്സഭയിൽ പോയി കുറച്ച് നേരം ഉറങ്ങി. അവിടെ അവർ ഹിന്ദിയൊക്കെ പറയുന്നു. ഈ മൂപ്പർക്ക് ഒന്നും. അതിനുശേഷം പുള്ളി പറഞ്ഞല്ലോ, ഞാനവിടെ പോയി അവരെന്തൊക്കെയൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലെങ്കിൽ രസകരമായി പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ആ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇന്നസെൻ്റ് സ്വയം അതിന് വിട്ടുകൊടുത്തത്. മഞ്ജു വാര്യർ അങ്ങനെയല്ലല്ലോ. ഷീ സ്റ്റിൽ ഹാസ് എ കരിയർ.
അവർക്ക് സക്സസ്ഫുൾ ആക്ട്രസ് ആണ് ഇപ്പോൾ. സക്സസ്ഫുൾ ആക്ട്രസ് ആണ്. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ പേഴ്സണൽ ട്രാജഡീസ് ഷീ ഈസ് സ്റ്റാൻഡിങ്. അതൊരു വ്യക്തിത്വമുള്ള ഒരു നടിയാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ അവർ LDF എന്നൊക്കെ പറഞ്ഞ് പോകാൻ സാധ്യത കുറവ്. അല്ല നമുക്ക് അറിയില്ല ഈ സമ്മർദ്ദങ്ങളൊക്കെ വന്നാൽ. ഏതായാലും വേറെ കാര്യം ഉറപ്പാണ്, മോഹൻലാലിനെ ഒന്നും കാത്തിരിക്കണ്ട, പോയി പണിയെടുക്കടാന്ന് പറയാം. മോഹൻലാലിനെ ഒക്കെ നോക്കണ്ട. അതെനിക്ക്, ഞാൻ മോഹൻലാലിനെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റം കണ്ടാൽ അറിയാം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല. കാരണം തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുവായി. അതെ, ആരൊക്കെയോ നിങ്ങളുടെ ശത്രുവാകും, നിങ്ങൾ ആരുടെയൊക്കെയോ ശത്രുവാകും. ഈ ഒരു സിറ്റുവേഷൻ മോഹൻലാൽ ജീവിതത്തിൽ ഇന്നുവരെ കൊണ്ടുവന്നിട്ടില്ല. ഈ ദിലീപിൻ്റെ വിഷയമായിരുന്നല്ലോ ഏറ്റവും കത്തുന്ന വിഷയം. അത് അമ്മയിൽ ചർച്ച ചെയ്യുമ്പോൾ ക്യാമറ എല്ലാം മമ്മൂട്ടിയുടെ മോഹൻലാലിനെ നിറക്കായിരുന്നു. മമ്മൂട്ടി ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നു, മോഹൻലാൽ താഴേക്ക് നോക്കിയിരിക്കുന്നു, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, മോഹൻലാൽ, മമ്മൂട്ടി, പ്രിയദർശൻ ഈ ദിലീപ് ഇഷ്യൂവിൽ ഒരക്ഷരം മിണ്ടാത്ത 3 പേരാണ് വർഷം ഇത്രയായിട്ട്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു കർട്ട് എനി കോൺട്രവേഴ്സി അറ്റ് ഓൾ. അതുകൊണ്ട് അവരും മിണ്ടുന്നില്ല. അപ്പോൾ ആ ക്യാരക്ടർ തിരുവനന്തപുരത്ത് വന്നിട്ട് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കളയാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നു. ഏതായാലും ഈ പ്രതീക്ഷയൊക്കെ മാറ്റി വെച്ചിട്ട് അവനവന് നിശ്ചയിച്ചിട്ടുള്ള പണി ചെയ്യട്ടെ. അത് ചെയ്യാതിരിക്കാനാണ് മറ്റു പല വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റം വരും നോക്കാം. ഷുവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.